വിദേശ രാജ്യങ്ങളിൽ MBBS പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റിപ്പോർട്ടർ ടിവിയും ക്ലിക്ക് എഡ്യൂവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഡിക്ലിക്ക് 2024 എക്സ്പോ തിരുവനന്തപുരത്ത് നടക്കുന്നു. തമ്പാനൂർ അപ്പോളോ ഡിമോറയിൽ നടക്കുന്ന പരിപാടിയിൽ 10 രാജ്യങ്ങളിൽ നിന്നുള്ള 15 സർവകലാശാലകളുടെ പ്രതിനിധികളാണ് വിദ്യാർത്ഥികളും അധ്യാപകരുമായും നേരിട്ട് സംവദിക്കുന്നത്. സുനീഷ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാൻ? നികേഷ്, വിദേശ രാജ്യത്ത് MBBS പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് റിപ്പോർട്ടർ ചാനലും ഒപ്പം ക്ലിക്ക് എഡ്യൂയുടെയും നേതൃത്വത്തിൽ സംയുക്തമായി ഒരു എക്സ്പോ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ എക്സ്പോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ 10 രാജ്യങ്ങളിൽ നിന്നായി 15ഓളം സർവകലാശാല പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികളാണ് പല ഭാഗങ്ങളിൽ നിന്നും ഈ എക്സ്പോയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ വിദേശത്തേക്ക് പഠനത്തിനായി പോകുമ്പോൾ എന്തൊക്കെ സംശയങ്ങളുണ്ടോ, രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഏതൊക്കെ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടോ, ആ സംശയങ്ങൾക്കൊക്കെ കൃത്യമായി സംശയങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ തന്നെയും ഒരു കൃത്യമായ ഉത്തരം നൽകാൻ ഈ എക്സ്പോ കൊണ്ട് സാധിക്കുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം കൊച്ചിയിലും ഇതിന്റെ ഭാഗമായി ഉദ്ഘാടനം അടക്കം നടന്നിരുന്നു. ഈ രീതിയിൽ തിരുവനന്തപുരത്ത് നടന്നതുപോലെ ഇനി മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ വിദ്യാർത്ഥികളിലും ഈ സംശയങ്ങൾ വിദേശത്ത് പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു സംശയവുമില്ലാതെ ഫുൾ ഇൻഫോർമേഷൻ പാക്കഡായി തന്നെ കുട്ടികളെ ഇവിടെ നിന്നും ഇറക്കുക എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഏതായാലും പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ട്. നമ്മളുടെ ഡയറക്ടർമാർ കൂടെയുണ്ട്. സോ can you explain about this expo? Hello everyone. Thanks Reporter TV to host this entire event throughout these 6 days. This event which we are doing is basically an opportunity to every Kerala student who is willing to do medicine abroad to meet and see the university delegations by themselves in the events. We have 10 countries and 15 universities here. We have universities from Uzbekistan, Kyrgyzstan, Kazakhstan. We have universities from Russia. We have universities from Poland and all the other countries where Indian Embassy says that you can go for medicine abroad. The main purpose of this event is to channelize the right information to these students, because students, those who are living in smaller cities, they are not able to meet all the universities in Kerala, because some are located far away, some offices are located far away from their city. So we try to bring down entire university panel here at one event to make sure that the parents and the students, they meet the right university, and then only they can handpick what is required for their child. So we are planning big. We wish that every single student from Kerala must have the right information about MBBS abroad. This is our dream with Click Edu. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പലപ്പോഴും ഈ വിദേശത്തേക്ക് MBBS പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തെറ്റായ ഇൻഫർമേഷൻ പല ഭാഗങ്ങളിൽ നിന്നും ലഭിക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലൊരു എക്സ്പോ സംഘടിപ്പിക്കുന്നതിലൂടെ കൃത്യമായ വിവരങ്ങൾ അവർക്ക് നൽകുക എന്നത് തന്നെയാണ്. ഒരുപക്ഷെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് പുറത്തിറങ്ങുമ്പോൾ പല സംശയങ്ങളും തീരുന്നു, അപ്പോൾ കോൺഫിഡൻസ് കൂടുന്നു എന്നതല്ലേ? മാഡം, നമ്മുടെ ഇപ്പോൾ ഇവിടെ വന്ന സ്റ്റുഡൻസിനോട് ഞാൻ ഇൻട്രോ ഒരു സ്പീച്ചിൽ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. ഒറ്റ കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക, നിങ്ങൾ ഈ എക്സ്പോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോസ്റ്റായിട്ട് അതിനെ യൂസ് ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് ജസ്റ്റ് യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സ് മാത്രമല്ല ഉള്ളത്. ഓൾറെഡി നമ്മുടെ കൂടെ ഒരുപാട് പാസ്പോർട്ട്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇവിടെ കേരളത്തിനകത്തും പുറത്തും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇതിനേക്കാളും ഒരു റിയൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ആരും ഉണ്ടാവത്തില്ല. സോ നമ്മൾ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ്റ് ഇവിടെ വന്നിട്ട് പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടോ അതെല്ലാം സോൾവ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷനുമായിട്ടാണ് സ്റ്റുഡൻസ് പുറത്തു പോകാൻ. സോ അതാണ് നമ്മൾ എക്സ്പോർട്ട് മേജറായിട്ട് ഉദ്ദേശിക്കുന്നത്. തന്നെയാണ് പൂർണ്ണമായും ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ പാക്കായി കുട്ടികളെ പുറത്തേക്ക് അയക്കുക എന്നത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സുനീഷ എല്ലൂരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്.